നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് വിളിക്കാൻ പോകുന്നത്. സോ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഷോർട്ട് നോട്ടീസ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോമും അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടില്ല. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. നമുക്കൊരു ഷോർട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്, അതായത് ഷോർട്ട് നോട്ടീസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സ് പുതിയൊരു അപേക്ഷ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽസിൽ നിന്നാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആൺകുട്ടികൾക്കാണ്, ഇന്ത്യൻസ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അഗ്നിവീർ വായു നോൺ കോമ്പാക്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതായത് നമ്മുടെ യുദ്ധത്തിനോ കാര്യങ്ങളോ ഒന്നും അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസിലുള്ള ജോബ് അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരിക. ക്ലീനിങ് അതുപോലുള്ള അതെന്തൊക്കെയാണ് ജോബ് എന്നുള്ളത് നമുക്കറിയാം. ഹൗസ് കീപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പല ബേസിക് ആയിട്ടുള്ള ജോബായിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം, ബാത്റൂം ക്ലീനിങ് വരെ ഇതിൽ വരാറുണ്ട് എന്നുള്ളൊരു സത്യമാണ്, അത് മനസ്സിലാക്കുക. പക്ഷേ എയർഫോഴ്സിന്റെ കീഴിലാണ്, അഗ്നിവീറും കൂടിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിന്റെ ഒരു നെഗറ്റീവ് ആണെന്ന് അറിയില്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മര്യാദ ഉണ്ട്, സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം, അപ്പം നമുക്കൊരു ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, എനിക്ക് ഈ ജോലി ചെയ്യാനാണ് ഇഷ്ടം, അപ്പോൾ ആ ഇഷ്ടവും കൂടി നോക്കണം, ജോലിയെ കുറച്ച് കാണുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ താല്പര്യം ഉണ്ടാകും, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ക്ലീനിങ് ഉണ്ടാവും, ഹൗസ് കീപ്പിംഗ്, പിന്നെ അവിടെ ക്ലീൻ ചെയ്യുക, കാര്യങ്ങൾ പല ജോബുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത ജസ്റ്റ് 10ാം ക്ലാസ് മാത്രം മതി കേട്ടോ. 10ാം ക്ലാസ് ജയിച്ചിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ് പറയുന്നത് 1 ജാനുവരി 2005 അതുപോലെ തന്നെ 1 ജൂലൈ 2009 ഇതാണ് ഏജ് ലിമിറ്റ് കേട്ടോ. ഇതിന്റെ ഇടയിൽ ജനിച്ചവർക്കേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നുകൂടെ നോക്കുക, ഈ ഒരു ഡേറ്റിലും അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. 17 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷ തുടങ്ങിയിട്ടില്ല. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അപേക്ഷിക്കണം എന്നൊക്കെയുള്ള ഫോം വരും. അതായത് ഡ്യൂലി ഫീൽഡ് ആപ്ലിക്കേഷൻ ആസ് പെർ ദി ഫോർമാറ്റ്, അതായത് ഒരു ഫോർമാറ്റ് പബ്ലിഷ് ചെയ്യും ഇന്ത്യൻ എയർഫോഴ്സ്, ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിൽ എന്ത് ചെയ്യണം, നമ്മൾ അപേക്ഷ ഫില്ല് ചെയ്തിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ അപേക്ഷ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് ഉണ്ടാവും, നമുക്ക് അവിടെ പോയിട്ട് നേരിട്ടിട്ട് തിരുവനന്തപുരത്തൊക്കെ ഒഴിവുണ്ടാവും. കേരളത്തിൽ ജോലി ലഭിക്കുന്നതാണ്, സാധാരണ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും പറഞ്ഞു. പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നോൺ കോമ്പാക്റ്റിന്റെ എയർഫോഴ്സിന്റെ നോൺ കോമ്പാക്റ്റിന്റെ ഈ മെറ്റീരിയലിനാണെന്ന് നമ്മുടെ ടീമിന്റെ അടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. 10th ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അപേക്ഷ ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഓഫ്ലൈൻ അപേക്ഷയായിരിക്കും. ഉടനെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. അവൈലബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ സമയം കളയാനില്ല, പെട്ടെന്ന് തന്നെ അപേക്ഷിക്കണം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ ഉടനെ തന്നെ ഞാനിത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. ഉടനെ എയർഫോഴ്സിന്റെ നോൺ കോമ്പാക്റ്റിന്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോവുകയാണ്.